എല്ലാവർക്കും പറയുന്ന കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ തമ്പ് കാണിച്ച്. യെസ്, ഓക്കെ. എന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി കയറുന്നത്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ ഞാൻ സോഷ്യൽ സയൻസാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കില്ലേ? ശ്രദ്ധിച്ചിരിക്കില്ല എല്ലാവരും? യെസ്, ഓക്കെ. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ് കേട്ടോ. ഞാൻ സോഷ്യൽ സയൻസാണ് എടുക്കുന്നത്. റെൻസോ സാറിന് കുറച്ച് വയ്യാത്തത് കാരണം പകരം ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിനെ കുറിച്ചൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ഉഷാറായിട്ടിരുന്നേ. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന കുറച്ച് കുഞ്ഞുമക്കളെ എൻ്റെ മുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ഇന്ദ്രജിത് സാറിന്ന് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എൻ്റെ ചേട്ടനാണത്. അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് സൗണ്ട്, ഞങ്ങൾ തമ്മിലാകെ ഒരു 6 മാസത്തിന് വ്യത്യാസമുള്ളൂ. സൗണ്ടും അതൊന്നും മനസ്സിലാവാത്തത് അല്ലെങ്കിൽ ഒരുപോലെ തന്നെ തോന്നുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, മൈ നെയിം ഈസ് അഭിജിത്ത്. കുറേ ആൾക്കാർ അല്ലല്ല ഇന്ദ്രജിത് സാർ അല്ലല്ല, അത് ശരിയല്ല കേട്ടോ. ഒരു പുതിയ സാറ് ക്ലാസ്സിൽ വരുമ്പോൾ ആ സാറ് ക്ലാസ്സിലെ പേര് പറഞ്ഞിട്ടും വേറൊരു സാറിൻ്റെ പേര് വിളിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവരും എൻ്റെ പേര് അഭിജിത്ത് എന്നാണ് കേട്ടോ, മാറ്റി പറയല്ലേ. 12th ചാപ്റ്ററാണ് ഹിസ്റ്ററി സോഷ്യൽ. 12th ചാപ്റ്റർ വേഗം കൊടുത്തോളൂ എല്ലാവരും. ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും വേഗം വീഡിയോ ഓൺ ചെയ്യൂ. ഇത് ക്ലാസ് തുടങ്ങിയിരിക്കുന്നു. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന ആൾക്കാർ വീഡിയോ ഓൺ ചെയ്യൂ. നമ്മൾ സോഷ്യൽ സയൻസ് ആണ് എടുക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, മെറ്റീരിയൽ ഉള്ളവർ മെറ്റീരിയൽ എടുക്കുക. ചാപ്റ്റർ 12 എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. സോഷ്യൽ ചാപ്റ്റർ 12 ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യൂ. എൻ്റെ താത്തയ്ക്ക് നിങ്ങൾ സോഷ്യൽ സയൻസ് എടുത്തിട്ടുണ്ട് എന്നോട് പറഞ്ഞു. ഇല്ലല്ല, ഞാനെടുത്തിട്ടുണ്ട്, ശരിയാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്, മാറിപ്പോലെ. ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്ത ആൾക്കാർ സ്ക്രീനിൽ ഒരു തമ്പ് കാണിച്ച്. യെസ് യെസ്. അപ്പോൾ നമ്മളിന്ന് ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്കൊരു ടാസ്ക്കാണ് തരുന്നത്. ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചധികം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ ഒരു പ്രമുഖമായ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചരിത്രത്തിൽ വിഴിഞ്ഞത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പഴയ വിഴിഞ്ഞം ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം കാര്യങ്ങൾ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് വിഴിഞ്ഞത്തെക്കുറിച്ച്, പഴയ വിഴിഞ്ഞത്തെക്കുറിച്ച് മനസ്സിലായതെന്ന് കണ്ടുപിടിച്ച എല്ലാവരും. ഞാൻ ഓരോരുത്തരോട് ചോദിക്കും, വേഗം അത് വായിച്ചു നോക്കുക. എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നാണെന്ന് നോക്കാം കേട്ടോ. വേഗാവട്ടെ. എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാം. എവിടെ നിന്നെല്ലാം വിഴിഞ്ഞത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് നോക്കാം. ഓക്കെ 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 ആ ഓരോരോ കണ്ടുപിടിച്ച ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തോളൂ. സാറ് ഒരാളത്തെ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ആദ്യത്തെ വിളിച്ചോളൂ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോളൂ. ആരാണ്? ആദിലക്ഷ്മി കെ ആർ പറയൂ. വിഴിഞ്ഞത്തെ കുറിച്ച് നമുക്ക് വിവരം കിട്ടിയ ഒന്നാമത്തെ കാര്യം എന്താണ്? യെസ്, ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ച് ആദിലക്ഷ്മി പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? സംഘം ലിറ്ററേച്ചർ, അല്ലെ? സംഘം ലിറ്ററേച്ചർ ഒന്നാമത്തത്. സംഘം ലിറ്ററേച്ചർ അല്ലെങ്കിൽ സംഘ സാഹിത്യം. ഓക്കെ, അടുത്ത ആൾ വിളിക്കാം. അഭിനന്ദ് ഞാൻ മ്യൂട്ട് ചെയ്യൂ. ഹായ് അഭിനന്ദ്. ഹായ് അഭിനന്ദ്, അൺമ്യൂട്ട് ചെയ്യൂ. ഹായ് അഭിനന്ദ്. ഏത് സ്കൂളിലാണ് അഭിനന്ദ് പഠിക്കുന്നത്?
കോട്ടാറ്റ് സെന്റ് ആൻസ്. ഓക്കെ, അഭിനന്ദ പറയൂ, സംഘം സാഹിത്യം കഴിഞ്ഞിട്ട് വേറെ എവിടെ നിന്നൊക്കെ വിഴിഞ്ഞത്തെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്? വെറുതെ ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറ്റിക്കാൻ നോക്കുകയാണോ? സാർ അടുത്ത ആൾ വിളിക്കാം. എന്ത്? അതല്ല എന്റെ ചോദ്യം വിഴിഞ്ഞത്തെ കുറിച്ച് നമുക്ക് ആ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ്? ഓക്കെ, ആരാണത്? ആയുഷ് KD. ആയുഷ പറയൂ. ആയുഷ അൺമ്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത ആൾ വിളിക്കാം. ആദിഷ് പറയൂ. അതല്ലല്ലോ എന്റെ ചോദ്യം, അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഞാൻ ആയുഷ് പറ. ആൻഷ്യൻ തമിഴകം, അതിന്റെ മലയാളം പ്രാചീന തമിഴകം എന്നാണ്. എന്റെ ചോദ്യം വിഴിഞ്ഞത്തെ കുറിച്ച് എങ്ങനെയെല്ലാം മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് പറഞ്ഞല്ലോ, സംഘ ലിറ്ററേച്ചർ പറഞ്ഞല്ലോ. പിന്നെ പോടാ, വെറുതെ അത് നോക്കി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറേ ഓമാരെന്നെ പറ്റിക്കാൻ നോക്കുകയാണ്, ഞാൻ സമ്മതിക്കില്ല. അപ്പോ നമുക്ക് നോക്കാം. ഒന്ന് സംഘം ലിറ്ററേച്ചർ ആണ്. പിന്നെ വിഴിഞ്ഞത്തെ കുറിച്ച് കിട്ടിയിരിക്കുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രാവലോഗ്സിലെ, അതായത് ഈ സഞ്ചാരികൾ എഴുതുന്ന അവരെ യാത്രാ വിവരണം, ആ ട്രാവലോഗ്സിൽ നിന്നുണ്ട്. അതേപോലെ തന്നെ കുറേ ബുക്സ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, കല്ലുകളിൽ എഴുതിയിരിക്കുന്ന സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്നെല്ലാമാണ് വിഴിഞ്ഞത്തെക്കുറിച്ച്, പഴയ വിഴിഞ്ഞത്തെക്കുറിച്ച് മനസ്സിലായത്. അതായത് വിഴിഞ്ഞം എന്ന് പറയുന്നത് ആൻഷ്യൻ തമിഴകം, പഴയ, അതായത് ഇതാണ് ഇന്ത്യ എന്ന് വിചാരിച്ചോ. പണ്ട് ഈ ഒരു സൗത്ത് ഇന്ത്യയുടെ ഈ ഭാഗം, തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള ഈ ഭാഗത്തെ വിളിച്ചിരുന്നത് തമിഴകം എന്നാണ്. ആ തമിഴകത്തിലെ ഒരു പ്രധാനപ്പെട്ട പോർട്ട്, തുറമുഖമായിരുന്നു വിഴിഞ്ഞം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞത്തെക്കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായത് പഴയ സംഘം ലിറ്ററേച്ചർ, സംഘ സാഹിത്യത്തിൽ നിന്നും, അതേപോലെ തന്നെ ട്രാവലോഗ്സ്, കുറെ സഞ്ചാരികളുടെ യാത്രാ വിവരങ്ങളിൽ നിന്നും, ബുക്കുകൾ, പഴയകാലത്തെ ബുക്കുകളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ കാലത്തെ വിഴിഞ്ഞം, പാസ്റ്റിലെ വിഴിഞ്ഞം, പാസ്റ്റിന് നമ്മൾ വിളിക്കുന്ന പേര്, പാസ്റ്റിനെ കുറിച്ചുള്ള പഠനമാണെന്ത്? ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള അതാണ്, വാട്ട് ഈസ് ഹിസ്റ്ററി, എന്താണ് ചരിത്രം. എന്നെ വായിച്ച എല്ലാവരും, ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദാറ്റ് സയന്റിഫിക്കലി റെക്കോർഡ്സ് ദ പാസ്റ്റ് ബേസ്ഡ് ഓൺ എവിഡൻസസ്. എന്താണ് ഇതാണ് ഇത്, ഈ സംഭവം ഇത്രേ ഉള്ളൂ. ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്നുള്ള, ബ്രാഞ്ച് ഓഫ് കറക്റ്റാണ്, ദ ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, അതായത് കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, പാസ്റ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണെന്ത്? ഹിസ്റ്ററി. എന്തിന്റെ ബേസിൽ? എവിഡൻസ്, അല്ലേ? ഞാനിപ്പോൾ ഈ വിഴിഞ്ഞത്തെ കുറിച്ച് പറഞ്ഞ കാര്യം ഒരു ഹിസ്റ്ററിയാണ്, അല്ലേ? ഒരു ചരിത്രമാണ്. അത് പാസ്റ്റ് അല്ലേ, കഴിഞ്ഞുപോയ കാര്യമല്ലേ? ആണെങ്കിൽ തമ്പ് കാണിച്ചോ. യെസ്. എന്ത് വെച്ചാ പറഞ്ഞത്? എവിഡൻസ് വെച്ചാ. എന്തൊക്കെ എവിഡൻസ്? ട്രാവലോഗ്സ് പറഞ്ഞു, യാത്രാ വിവരണങ്ങൾ പറഞ്ഞു. പിന്നെ സംഘം ലിറ്ററേച്ചർ, സംഘകാലത്തെ പഴയ കൃതികൾ. മറ്റേ പാട്ടൊക്കെ കേട്ടില്ലേ, എന്താണ് മറ്റേ മണിച്ചിത്രത്താഴിലെ പാട്ട്, പഴന്തമിഴ് പാട്ട് എന്ന് പറഞ്ഞ പാട്ടില്ലേ, ആ പഴന്തമിഴ് പാട്ടുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരായിരുന്നു സംഘം ലിറ്ററേച്ചർ. ആ സംഘം ലിറ്ററേച്ചറിൽ നിന്ന് അങ്ങനെയുള്ള എവിഡൻസുകൾ വഴി കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം. സെറ്റാണെങ്കിൽ തമ്പ് കാണിച്ചോളാം. വാട്ട് ഈസ് ഹിസ്റ്ററി? നിങ്ങൾ പറയോ എന്താണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ? അതൊരു പഠനമാണ്. എന്തിനെ കുറിച്ചുള്ളത്? കഴിഞ്ഞ കാലത്തെക്കുറിച്ച്. എന്ത് ബേസ് ചെയ്ത്? എവിഡൻസുകൾ ബേസ് ചെയ്ത്. സെറ്റാണോ? സെറ്റാണെങ്കിൽ ഡബിൾ തമ്പ് തന്നെ. യെസ്. ഇനി അടുത്ത കാര്യത്തിലേക്ക് പോവാണ്. ഹിസ്റ്ററീനെ രണ്ട് രീതിയിൽ പറഞ്ഞിരിക്കുന്നു. സാധാരണ ഹിസ്റ്ററി, സാധാരണ നമ്മൾ പഠിക്കുന്ന ചരിത്രം. രണ്ടാമത് ലോക്കൽ ഹിസ്റ്ററി. എന്താ ലോക്കൽ ഹിസ്റ്ററി എന്ന് മലയാളത്തിൽ പറഞ്ഞെങ്കിൽ എന്താ? പ്രാദേശിക ചരിത്രം എന്ന് പറയാം. പ്രാദേശിക ചരിത്രം. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്ട. നോക്കൂ, ഇപ്പം നമ്മൾ നമ്മളുടെ രാജ്യം ഇതിങ്ങനെ ഇന്ത്യയുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ എന്താ ഗാന്ധിജിയെക്കുറിച്ചും
അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് ഫ്രീഡം സ്ട്രഗിൾ, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ വലിയ രാജ്യത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുകയാണ്. അപ്പം അതിനെ വലിയ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ എന്താ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മൊത്തം അങ്ങനെയൊക്കെ ചരിത്രം പറയുമ്പോൾ അതിനെ ഡയറക്റ്റ് എന്ത് പറയും? ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയും. അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആ ഒരു നാടിനെ കുറിച്ച് പറയാം. എൻ്റെ വീട് എവിടെയെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2 ചുറ്റും പുഴയാണ്, നടുക്കുള്ള സ്ഥലമാണ്. ചുറ്റും വെള്ളമാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും അതിനാ? തുരുത്തല്ല സാറേ, ഐലൻഡ്. കണ്ട, ഐലൻഡ് എന്ന് വിളിക്കും. അപ്പോൾ കറക്റ്റ് പേരെന്താണെന്ന് വെച്ചാൽ VP ഐലൻഡ് എന്നാണ്. ഓക്കെ, VP ഐലൻഡ് കറക്റ്റ് പേര് പറയുന്നത്. ശരിക്കും ഞങ്ങളൊക്കെ VIP VIP ഐലൻഡ് ആയിരുന്നു. ഞങ്ങൾക്ക് അധികം ചാടില്ലാത്തതുകൊണ്ട് ഐ കളഞ്ഞ് ഐയുടെ കുത്ത് മാത്രമേ ഉള്ളൂ സാറേ. കണ്ടോ, VP. ഡൗട്ട് എന്ന് പറഞ്ഞില്ല, ഇല്ല മിണ്ടൂല. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. എന്താ VP ഐലൻഡ്? അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ചരിത്രം പറയാം. വേറൊന്നുമല്ല, നിങ്ങൾ പഴയ കാലത്തൊരു സിനിമയുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമ. കേട്ടിട്ടുണ്ടോ ചെമ്മീൻ? യെസ്, ചെമ്മീൻ. മറ്റേ പാട്ടൊക്കെ ഇല്ലേ, മാനസമൈനി വരൂ, കേട്ടിട്ടുണ്ടോ പാട്ട്? ആ പാട്ടൊക്കെ ഉള്ള സിനിമ. ആ സിനിമയുടെ പ്രൊഡ്യൂസർക്ക് ആ പ്രൊഡ്യൂസറിന്റെ അച്ഛൻ ഇഷ്ടദാനം കൊടുത്ത ഒരു പ്രദേശമായിരുന്നു ഈ സ്ഥലം. കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഒരു പണ്ട് കാലത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായി വന്ന ഒരു പ്രദേശമായിട്ടും ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഉള്ള ഹിസ്റ്ററിയിൽ ഇത് വരില്ല. ഇതെന്തിനാ വരാത്? ഇത് ലോക്കൽ ഹിസ്റ്ററിയിലാണ്, പ്രാദേശിക ചരിത്രം, ചെറിയ നാടിൻ്റെ ചെറിയ പ്രദേശത്തിൻ്റെ ഹിസ്റ്ററി. ഓക്കെ ആണോ? പറഞ്ഞ മനസ്സിലായ തമ്പ് കാണിച്ചോല്ലോ, അത്രേ ഉള്ളൂ. നോക്കൂ, എല്ലാവരും ശ്രദ്ധിക്കൂ. ഡോക്യുമെന്റ് ദ ഹിസ്റ്ററി ഓഫ് വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ കൺട്രി. ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വലിയ പ്രദേശത്തിന്റെ, മലയാളം നോക്കൂ, വലിയ വിശാലമായ, വാസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം വിശാലമായ എന്നാണ് ട്ടാ. ഇങ്ങനെ നീണ്ടു നിവർന്ന വിശാലമായ പ്രദേശത്തിന്റെയോ രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ചരിത്രമാണെന്ത്? അതിന് ചരിത്രം തന്നെ പറയും. ഓക്കെ, അതിന് എന്ത് പറയും? ഹിസ്റ്ററി എന്ന് പറയും. സെറ്റാണോ പറഞ്ഞത്? എന്നാൽ ഇത് നോക്കൂ, എ മൈന്യൂട്ട് ലെവൽ ഓഫ് എൻക്വയറി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് എ സ്മോൾ റീജിയൻ. ചെറിയ പ്രദേശത്തിനാണെങ്കിൽ എന്ത് പറയും? ലോക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രാദേശിക ചരിത്രം എന്ന് പറയും. അതൊരിക്കലും എന്തായിരിക്കില്ല? വേൾഡ് ഹിസ്റ്ററി ആയിരിക്കില്ല, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഹിസ്റ്ററി ആയിരിക്കില്ല, പ്രൊവിൻസസ് പ്രദേശങ്ങളുടെ ഹിസ്റ്ററി ആയിരിക്കില്ല. ആ ചെറിയ സ്ഥലങ്ങളുടെ ആയിരിക്കുള്ളൂ. സെറ്റാണോ? സെറ്റാണെങ്കിൽ തമ്പ് കാണിച്ചോല്ലോ. യെസ്. ഈ ഹിസ്റ്ററി ആണെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? റിട്ടൺ ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യ സമരം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എഴുതപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ടാവും. ഇപ്പോൾ താജ്മഹൽ അത് രാജ്യത്തിന്റെ പ്രധാന ഒരു ഹിസ്റ്ററിയിൽ പെട്ടതാണ്. അപ്പോൾ അല്ലെങ്കിൽ എന്താ നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ പുരാവസ്തുക്കൾ, ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പുരാവസ്തുക്കളൊക്കെ ഉണ്ടാവും. അതെല്ലാം വെച്ചാണ് ഇത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കാം. നേരെ മറിച്ച് എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്? എന്താണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നോക്കൂ, ലോക്കൽ ഫെസ്റ്റിവൽസ്. ഇപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ടാവും. ആ അമ്പലത്തിൽ എന്തെങ്കിലും ചെറിയൊരു ചരിത്ര പ്രാധാന്യം, എന്തെങ്കിലും കഥയൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ ആ ഒരു അമ്പലത്തിൽ മാത്രം നിൽക്കുന്ന ആ ഒരു പ്രദേശത്തെ മാത്രം ഉത്സവവും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കൂ, ഓറൽ. ഇപ്പം ഞാൻ പറഞ്ഞ കഥയുണ്ടല്ലോ, അതെനിക്ക് എൻ്റെ അപ്പൂപ്പനും അമ്മയൊക്കെ പറഞ്ഞതെന്നാണ്. അല്ലാണ്ട് ഞാൻ ബുക്കിൽ വായിച്ചതോ എവിടെയെങ്കിലുമൊക്കെ ഡോക്യുമെന്റ് വെച്ചിരിക്കുന്നതാണോ? അല്ല, അവർ പറഞ്ഞു തന്ന കഥകളാണ്. അതാണ് ലോക്കൽ ഹിസ്റ്ററിയും എന്തും തമ്മിലുള്ള വ്യത്യാസം, നമ്മളുടെ ശരിക്കുള്ള ഹിസ്റ്ററി തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ, പ്രാദേശിക ആഘോഷങ്ങൾ, ലോക്കൽ ഫെസ്റ്റിവൽ. പിന്നെന്താ? രുചിശീലങ്ങൾ, ടേസ്റ്റില്, കസിൻസ്. ഓക്കെ, പിന്നെന്താ? ആചാരാനുഷ്ഠാനങ്ങൾ. അതുപോലെ തന്നെ വാമൊഴി പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മുമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണെന്ന്. അതെല്ലാം എന്തിന്റെ ഭാഗമാവുന്നു? ഈ പ്രാദേശിക ചരിത്രത്തിന്റെ ഭാഗമാവുന്നു. ശരിക്കുള്ള ചരിത്രമാണെങ്കിൽ അതെന്താണ്? സാറേ ഒന്ന് മിനിമൈസ്. ശരിക്കുള്ള ചരിത്രമാണെങ്കിൽ എന്താണത്? അത് എഴുതപ്പെട്ട ഡോക്യുമെന്റ്സ് ഉണ്ടാവും, ആർക്കിയോളജി പുരാവസ്തുക്കൾ ഉണ്ടാവും,
അതെല്ലാം വെച്ചാണ് എഴുതുക. ഓക്കെ, മാത്രമല്ല ഈ ചരിത്രത്തിൽ കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇതിനൊരു വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. ആക്സസ് പാസ്റ്റ് ഇവന്റ്സ്, കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റീസ് വിത്ത് ബോർഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഈ ഇതിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പോ എന്താ നമ്മൾ പഠിക്കുക ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ എന്താ, ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കുകയാണ്, അപ്പോൾ അതിന് കറക്റ്റ് ആയിട്ടൊരു കാഴ്ചപ്പാടുണ്ടാവും. നേരെ മറിച്ച് ലോക്കൽ ഹിസ്റ്ററിയിലാണെങ്കിൽ ചിലപ്പോൾ അധികം ആൾക്കാർ നോട്ടീസ് ചെയ്യാത്ത ആൾക്കാരെ കഥകളൊക്കെ ആയിരിക്കുള്ളൂ അതിലുണ്ടാവാം. നോക്കൂ എല്ലാവരും, മുഖ്യധാര ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങളും ജനവിഭാഗങ്ങളുടെ സംഭാവനകൾക്കും അർഹമായ പ്രാധാന്യം നൽകുന്നു. ഇപ്പോ നമ്മളുടെ നാട്ടില് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന എത്ര ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഇപ്പൊ ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ്, നെഹ്റു ഉണ്ട്, അല്ലെങ്കിൽ എന്താ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. അവരെല്ലാം ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ലോക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് സമരത്തിനെ പോയിണ്ടാവും, പക്ഷെ ബുക്കിലൊന്നും വന്നിട്ടുണ്ടാവില്ല. അതൊക്കെ എന്തിലാണ്? ഈ ലോക്കൽ ഹിസ്റ്ററിയിലൊക്കെ വരുന്നതാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. സോം എന്ന് വായിച്ചു നോക്കി, ഇതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഒറ്റത്താണോ വായിച്ചു നോക്കി? നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വിഴിഞ്ഞത്തെ കുറിച്ച് നമ്മൾ പഠിച്ച ഏതെല്ലാം സോഴ്സ് ചെയ്താൽ ഒന്ന് കണ്ടുപിടിച്ച ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ ഈ പോയിന്റ്സ്, വേഗം കണ്ടുപിടിച്ച എല്ലാവരും. ചാപ്റ്ററിന്റെ പേര് ചോദിക്കുന്നുണ്ട്, 12th ചാപ്റ്റർ കേട്ടോ. ഒന്ന് കണ്ടുപിടിച്ച എല്ലാവരും. കുറെ ആൾക്കാർ കണ്ടുപിടിച്ച് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഏതെല്ലാം വഴി കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏതെല്ലാം വഴിയാണ് വിഴിഞ്ഞത്തെ കുറിച്ച് പഠിച്ചത്. ഒന്നാമത്തെ എന്തായിരുന്നു? നമ്മൾ സംഘം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു, സംഘ സാഹിത്യം, അതെല്ലാം എന്താണ്? റൈറ്റിംഗ്സ് ആണ്. അപ്പോൾ റൈറ്റിംഗ്സ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്തൊക്കെയുണ്ട്? കുറെ ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്തു. സാർ ഒരാളെ വിളിക്കൂ. സാവിയോ പറയൂ, എന്തെല്ലാം ഉണ്ട്? ആർക്കിയോളജിക്കൽ റിമൈൻസ് എന്ന് പറയുന്നത് എന്താണ്? പുരാവസ്തുക്കളിൽ നിന്ന്. എന്താ പുരാവസ്തു? ആർക്കിയോളജിക്കൽ റിമൈൻസ് പറഞ്ഞാല് നീ ഒന്ന് പറഞ്ഞേ. പഴയ ഈ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ച പീരങ്കികളും വാളുകളൊക്കെ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കാറുണ്ടല്ലേ. ഇതെല്ലാം എന്താണ്? ആർക്കിയോളജിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ പുരാവസ്തുക്കളാണ്. പിന്നെ എന്തൊക്കെയാണ്? മോണമെന്റ്സ്, സ്മാരകങ്ങൾ എന്ന് പറയാം. മോണമെന്റ്സ്, ഈ മോണമെന്റ്സ് എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഇപ്പോൾ ഈ താജ്മഹൽ ഒരു മോണമെന്റ് ആണ്, ഒരു സ്മാരകമാണ്. അതേപോലെ തന്നെ കുത്തബ് മിനാർ ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്മാരകങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെന്താ? സാഹിത്യ കൃതികൾ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ലിറ്ററി വർക്ക്. നേരത്തെ പറഞ്ഞില്ലേ സംഘ ലിറ്ററേച്ചർ ഒക്കെ പറഞ്ഞില്ലേ, ലിറ്ററി വർക്ക്. പിന്നെ ട്രാവലോഗിന്റെ മലയാളം എന്താ? സഞ്ചാര കുറിപ്പുകൾ. പിന്നെ പഴയ ന്യൂസ് പേപ്പേഴ്സ്, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, പത്രങ്ങള്, ഔദ്യോഗിക രേഖകൾ. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ഇപ്പൊ തന്നെ പഠിച്ചേ. ചരിത്രത്തിന് സഹായിക്കുന്ന, ചരിത്രത്തെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന സോഴ്സുകൾ ഏതൊക്കെയാണ്? വേഗം പഠിച്ചു എല്ലാവരും, വായിച്ചു നോക്കി. ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന സോഴ്സുകൾ വേഗം വായിക്കൂ എല്ലാവരും, വേഗം വായിക്കൂ. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, മനസ്സിലായ തമ്പ് കാണിച്ചല്ലോ ഈ പറഞ്ഞ കാര്യം. യെസ്. പിന്നെ പറയുന്നത് എന്താണ്? ആർക്കിയോളജിക്കൽ സോഴ്സസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ എവിഡൻസ് അബൌട്ട് ദ ലൈഫ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ദേ വെർ മെയ്ഡ് എന്ന് പറയുന്നതാണ്. ഈ പുരാവസ്തുക്കള് നമുക്ക് കിട്ടുമെന്ന് വെച്ചോ, അത് ഏത് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണെന്നും ആ കാലഘട്ടത്തിലെ ജനജീവിതം എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ആർക്കിയോളജിക്കൽ സോഴ്സസ് ഏതൊക്കെയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ, ഒന്ന് കണ്ടുപിടിച്ച എല്ലാവരും. കണ്ടുപിടിച്ച ആൾക്കാരൊന്ന് ടാറ്റ കാണിച്ച്.
സാറേ ഒരാൾ വിളിക്കും പ്രസംഗം മിഥുൻ കൃഷ്ണ പറയൂ. ശിലാസ്മാരകങ്ങൾ കറക്റ്റ് ആണ് ട്ടാ. ലിത്തിക് മോണോമെന്റ്സ്. ഓക്കെ, അതായത് മഹാശില സ്മാരകങ്ങൾ അല്ലെങ്കിൽ മെഗാലിത്തിക് മോണോമെന്റ്സ്. പിന്നെന്തൊക്കെയാ? ഗുഹ, കേവുകൾ. പിന്നെ കോയിൻസ്, നാണയങ്ങൾ. വെരി ഗുഡ്. അടുത്തത് പാലസ്, കൊട്ടാരങ്ങൾ. ലാസ്റ്റ് പുരാലിഖിതങ്ങൾ, ആൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻസ്. ഇതിനെ കുറിച്ചാണ് നമുക്ക് ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്തിനെ കുറിച്ചൊക്കെയാണ്? മോണോമെന്റ്സ്, സ്മാരകങ്ങളെ കുറിച്ച്, ഗുഹകളെ കുറിച്ച്, കോയിൻസിനെ കുറിച്ച്, പാലസുകളെ കുറിച്ച്, ഇൻസ്ക്രിപ്ഷൻസ്, ലിഖിതങ്ങളെ കുറിച്ച്. സെറ്റാണ് തമ്പ് കാണിച്ചോ? ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ്. ആദ്യം നമുക്ക് മോണോമെന്റ്സിനെ കുറിച്ച് പഠിക്കാം, ശിലാ സ്മാരകങ്ങളെ കുറിച്ച് പഠിക്കാം. നോക്കൂ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന 3 ശിലാ സ്മാരകങ്ങളിലെ ഫോട്ടോ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ എല്ലാവരും. എന്തൊക്കെയാണത്? തൊപ്പിക്കല്ലുണ്ട്, പിന്നെന്താണ്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, ലാസ്റ്റ് വൺ മുനിയറ. ഈ മുനിയറയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ ഈ സാധനം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഈ സാധനം നമ്മളുടെ തൃപ്പൂണിത്തറ ഹിൽ പാലസിൽ എന്തുണ്ടെന്ന് തോന്നുന്നു, അവിടെ പോയി കാണാൻ പറ്റും. മുനിയറ കാണണമെങ്കിൽ നിങ്ങൾ മൂന്നാർ മറയൂർ പോയാൽ മതി, കാണാൻ പറ്റും. അപ്പൊ ഇതെല്ലാം മെഗാലിത്തിക് മോണോമെന്റ്സ് ആണ്. എന്താണ് മെഗാലിത്തിക് മോണോമെന്റ്സ് എന്ന് അറിയോ? പണ്ട് കാലത്തെ ഞാനൊരു ഫിഗർ കാണിക്കാം. ഇതുണ്ടോ? കണ്ടോ എല്ലാവരും? ഇതെന്താണെന്നറിയോ? കുടം. കുടന്നേ നിങ്ങൾ പറയുള്ളൂ. നോക്കി, ഇതാരാണ് സാറേ? നിസ പറയൂ. നിർസ പറയൂ. നിസ എന്താണത് സാർ? ഇത് വെള്ളം കുടിക്കുന്ന കൂജൽ എന്ന് നിർസ ചോദിക്കുന്നുണ്ട്. നിർസ എന്താണത്? നന്നങ്ങാടി. കണ്ട, സൈസാറിനെ പോലെ അല്ല, കൊച്ചുങ്ങൾക്ക് അറിയ കാര്യം കേട്ടാ. നന്നങ്ങാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പഴയ കാലത്ത് പ്രായ ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ബോഡി ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് എന്ത് ചെയ്യും? കുഴിച്ചിടും. ആ കുഴിച്ചിടുന്നതിന്റെ മുകളില് വലിയ എന്ത് വെക്കും? കല്ലുകൾ വെക്കും. ഇതിനെ വിളിച്ച പേരാണെന്ത്? മെഗാലിത്തിക് മോണോമെന്റ്സ് അല്ലെങ്കിൽ മഹാശില സ്മാരകങ്ങൾ. സെറ്റാണ് ഈ തമ്പ് കാണിച്ചോ എല്ലാവരും? അപ്പൊ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും എൻ്റെ ഒപ്പം. ദീസ് ലിത്തിക് മോണോമെന്റ്സ് വേർ ബിൽഡ് വിത്ത് ഹ്യൂജ് സ്റ്റോൺസ്. അതായത് ഈ സ്മാരകങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ കല്ല് വെച്ചാണ്. അതുകൊണ്ട് എന്ത് വിളിക്കും? മെഗാലിത്തിക് മോണോമെന്റ്സ് എന്ന് വിളിക്കും. അതുകൊണ്ട് എന്ത് വിളിക്കും? മഹാശില മെഗാലിത്തിക്, വലിയ കല്ല് സ്മാരകങ്ങൾ അല്ലെങ്കിൽ മഹാശില സ്മാരകങ്ങൾ എന്ന് വിളിക്കും. സെറ്റാണല്ലോ? യെസ്. നോക്കൂ, ദ റിമെയിൻസ് ഓഫ് ദീസ് ലിത്തിക് മോണോമെന്റ്സ് വേർ ഫൗണ്ട് ഇൻ. ഈ സ്ഥലങ്ങൾ മാർക്കിയ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് എവിടേക്കാണ് മലയാളം പഠിക്കാൻ നോക്കി? മറയൂര്, ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കാം. മറയൂര്, ചിറമനങ്ങാട്, തവനൂർ, ഇവിടെയൊക്കെ അത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ സംഭവം? ദീസ് വെയർ യൂസ്ഡ് ടു ബറി ദ മോർട്ടൽ റിമെയിൻസ് ഓഫ് അവർ ആൻസിസ്റ്റേഴ്സ്. ആൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പൂർവികർ, നമ്മളെക്കാൾ മുമ്പ് ജീവിച്ചിരുന്ന പൂർവികരെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുക. ബറി എന്ന് പറയുന്ന കുഴിച്ചിടാൻ, അവരെ മോർട്ടൽ റിമെയിൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ശവശരീരം, അത് കുഴിച്ചിട്ടിരുന്ന സ്ഥലമാണ് എന്ത്? അതിന്റെ മുകളിലായിട്ട് വെച്ചിരുന്നത്. ഓക്കെ ആണ്? തമ്പ് കാണിച്ചെല്ലാവരും. എന്താണ് മെഗാലിത്തിക് മോണോമെന്റ്സ് മനസ്സിലാവരും? തമ്പ് കാണിച്ചെല്ലാവരും. അപ്പോൾ നമ്മൾ ആയത്തെ കുറിച്ച് പഠിച്ചു, മോണോമെന്റ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി എന്തൊക്കെയുണ്ട്? ആൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, കേവ് ഉണ്ട്, കോയിൻ ഉണ്ട്, പാലസ് ഉണ്ട്. നമുക്ക് അടുത്തതിനെ കുറിച്ച് നോക്കാം. അടുത്ത എന്താണ്? കേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ വയനാട് ജില്ലയിൽ ഒരു കേവ് ഉണ്ട്. ഏതാണെന്നറിയോ? അത് ടൂർ പോയിട്ടുണ്ട് നിങ്ങൾ? വയനാട് ജില്ലയിലെ കേവ്. അതെ, നമ്മുടെ ഹിഫയൊക്കെ ടാറ്റ കാണിക്കുന്നുണ്ട്, പക്ഷെ വിളിക്കൂല. എന്നെ കളിയാക്കിയതാണ്, അപ്പൊ എന്തായാലും വിളിക്കില്ല. അടുത്താലും വിളിക്കാം. അവനെ വിളിച്ചോ. പ്രിൻസ്. ഹായ് പ്രിൻസ്. കേട്ടോ, വയനാട് ജില്ലയിലെ ആ കേവിന്റെ പേരെന്താണ്? ഇടയ്ക്കൽ കേവ്. കറക്റ്റ് ആണ്, ഇടയ്ക്കൽ ഗുഹ. ഈ ഇടയ്ക്കൽ ഗുഹയിൽ പോയിരിക്കുന്ന ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. സാർ ഒന്ന് ഹാൻഡ് റൈസ് മാറ്റി. കുറെ ആൾക്കാർ പറ്റിക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ വിശ്വസിക്കരുത് സാറേ. ഇവരെല്ലാരും പോയവരാണോ? പോയവരൊന്നും ടാറ്റ കാണിച്ച് സ്കൂളിൽ നിന്ന് ടൂർ പോയതാണ് ടാറ്റ കാണിച്ച്. യെസ്, ഒരാൾ വിളിച്ചു സാറേ. കൃഷ്ണദാസ്. ഹായ് കൃഷ്ണദാസ്, എവിടെ വീട്?
അഷ്ടമിച്ചിറ. ഏത് സ്കൂളിലാണ് കൃഷ്ണദാസ് പഠിക്കുന്നത്? കുഴിക്കാട്ടുശ്ശേരി. ഓക്കെ, മാള അടുത്തുള്ള സ്കൂൾ അല്ലേ? എന്റെ പേര് ഓർമ്മയുണ്ടല്ലോ. എന്റെ പേരെന്താ പറഞ്ഞേ? എടാ ഞാൻ എത്ര തവണ പറഞ്ഞു ഇന്ദ്രേഷ് സാറല്ല അബീദ് സാറാണെന്ന്. താടി വെച്ച? താടി ഇല്ലല്ല, താടി വന്നിട്ടില്ല എനിക്ക് 23 വയസ്സ്. പോടാ, എനിക്ക് സെയിം പ്രായം മനസ്സിലാവുള്ളൂ. ഞാൻ ആളല്ല, സൗണ്ട് ഒരുപോലെയാണെന്നുള്ളൂ. ആ സാറ് കേക്കണ്ടിട്ട് അങ്ങനെ പറയണത്. അതെ തന്നെ. ഓക്കെ, അപ്പോ നോക്കൂ എല്ലാവരും. അല്ല കൃഷ്ണദാസേ പറ, എടക്കൽ കേവിൽ പോയിരിക്കുന്ന അവിടെ എന്താ ഉള്ളിൽ കണ്ടത് നീ? നീ അഷ്ടമിച്ചിറയിലും കുഴിക്കാട്ടുശ്ശേരി ആ സ്കൂളിലാണ് പഠിക്കണത്. നീ കേവിൽ പോണ്ട, കുഴി തന്നെ കടന്നോട്ടാ. സാർ അടുത്താളെ വിളിക്കും. നിഹാലെ നീ എടക്കൽ കേവിൽ പോയില്ല, എന്താണ് അവിടെ കണ്ടത്? നിഹാൽ സംസാരിക്കണം. ഐ കാൻ നോട്ട് സ്റ്റാർട്ട് മൈ വീഡിയോ എന്നാണ്, ഓൺ മൈ വീഡിയോ. ആ വേണ്ട. അടുത്താള് വൈഗ TB. വൈഗ എന്താണ് കണ്ടത് അവിടെ? ആ പാറയമ്മലൊക്കെ കുറെ കല്ല് എഴുതുകയും കുറെ പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ട് കണ്ടത് ആണെങ്കിൽ എല്ലാവരും ഇങ്ങനെ തമ്പ് കാണിച്ച്. യെസ്, ഇങ്ങനെ കാര്യങ്ങളാണ് ഈ എടക്കൽ കേവിൽ കാണാം. അതായത് പണ്ട് കാലത്ത് കുറെ ആൾക്കാർ ജീവിച്ചിരുന്നവര് അവരവർക്ക് ഫോട്ടോ ഒന്നും എടുത്ത് ആൽബം ഒക്കെ വെക്കാനും നമ്മളെ പോലെ വീഡിയോ ചെയ്ത് റീല് ചെയ്ത് തരാനായിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും എന്നാലോചിച്ച് നോക്കി. നമ്മുടെ ഈ കാലത്ത് ഫോണില്ല, അതേപോലെ തന്നെ എന്താണ് ഇൻസ്റ്റാഗ്രാമും ഇല്ല, ഫേസ്ബുക്കൊക്കെ ഇല്ലെന്ന് വെച്ചോ. നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കുറിച്ചുള്ള ഈ കാര്യം റെക്കോർഡ് ചെയ്യാനുണ്ട്. അന്നത്തെ കാലത്ത് ആൾക്കാർ എന്ത് ചെയ്തു? പാറയമ്മയൊക്കെ പടം വരച്ച് വെച്ചു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അന്നത്തെ ആൾക്കാരെ കുറിച്ചും ആ കാലഘട്ടത്തിലെ ആൾക്കാർ ജീവിച്ചിരുന്നതിനെ കുറിച്ചും അവരുടെ ജീവിത രീതികളും അവരുടെ ഡ്രസ്സിങ് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കുറച്ചാളെ കഴിയുമ്പോഴേ ഇപ്പോ നമുക്ക് ഗുഹയെ കാണുമ്പോൾ എന്താണ്, ഗുഹയിൽ പടം വരച്ചൊക്കെ കാണുമ്പോൾ എന്താണ് ഭയങ്കര അത്ഭുതമാണല്ലേ. ഗുഹയിൽ പടം വരച്ച് പണ്ടത്തെ ആൾക്കാർ ഒരു 500 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മളിപ്പോ ഗുഹ എടക്കൽ കേവ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കണില്ലേ. അപ്പൊ നമ്മളെ കുറിച്ച് നമ്മളുടെ അടുത്ത തലമുറക്കാർ അല്ലെങ്കിൽ ഒരു 500-1000 വർഷം കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നത് എടക്കൽ കേവിന് പകരം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് പഴയ ആൾക്കാർ ജീവിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അതുപോലെ തന്നെ പണ്ടത്തെ ആൾക്കാരെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് എന്താണ് ഇങ്ങനെ എടക്കൽ കേവ് ഒക്കെ ഉണ്ട്. എന്നാലോചിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചിരിച്ചിരിക്കുന്നത് സാറേയും ജീരയൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറെ കുട്ടികളൊക്കെ ഇങ്ങനെ റീൽ ചെയ്ത് മണ്ടത്തരം ചെയ്തിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ കേവിനെ കുറിച്ച് പറയുമ്പോൾ കേവ്സ് ത്രോ ലൈറ്റ് ഓൺ ദ ആൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് കേരള. കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യമാണ് കേവ് എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്? പിക്ചേഴ്സ്, ചിത്രങ്ങളുണ്ട്, ഇൻസ്ക്രിപ്ഷൻസ് കുറെ കാലം എഴുതി വെച്ചിട്ടുണ്ട്, കുത്തിക്കുറിച്ചിട്ടുണ്ട്. അതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? റിഫർ ടു ഹ്യൂമൻ ലൈഫ് ഓഫ് പ്രീ ഹിസ്റ്ററിക് പീരീഡ് ആർ ഇൻസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ ആൾക്കാരുടെ ജീവിതത്തെ കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കേവുകൾ മാർക്ക് ചെയ്തോ: ഇടക്കൽ, മറയൂർ, ആനക്കോട്, തെന്മല, കോട്ടുക്കൽ. മാർക്ക് ചെയ്യോ എല്ലാവരും? ഇത് സംരക്ഷിക്കുന്നത് 3 ആൾക്കാർ ഒരുമിച്ചാണ്. ഒന്നാമത്തെ ആള് ASI, പോലീസുകാരനല്ല, അണ്ടർലൈൻ ചെയ്യൂട്ടോ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, വെരി വെരി ഇമ്പോർട്ടന്റ്. രണ്ടാമത്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി, ലാസ്റ്റ് ഗവൺമെന്റ് ഓഫ് കേരള. ഇവരാണ് ഈ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യാം? പ്രൊട്ടക്ട് ചെയ്യാം. മലയാളം പഠിക്കാൻ നോക്കൂ. കേരളത്തിലെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഗുഹകൾ. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകളിൽ നാച്ചുറലി ഉണ്ടാകുന്ന ഗുഹയുണ്ട്, ഒരു വെട്ടിണ്ടായ ഗുഹകളൊന്നും അല്ല. എന്താണ്? മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന ചിത്രങ്ങളും ആലേഖനങ്ങളും ചെയ്യപ്പെട്ടിട്ടുണ്ട്. എടക്കല്, മറയൂര്, ആങ്കോട്, അതേപോലെ തന്നെ തെന്മല, കോട്ടുക്കൽ, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഗുഹകൾ. ആരൊക്കെയാണ് സംരക്ഷിക്കുന്നത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുമാണ് ഇത് സംരക്ഷിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഡബിൾ തമ്പ് തന്നേ. ഇപ്പൊ എന്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു?
ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും, ചരിത്രവും പ്രാദേശിക ചരിത്രവും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സുകളെ കുറിച്ച് പഠിച്ചു. ആ സോഴ്സുകളിൽ ഒന്നായിരുന്നു എന്ത്? നമ്മളുടെ ആർക്കിയോളജിക്കൽ ഐറ്റംസ് അല്ലെ, പുരാവസ്തുക്കൾ. ആ പുരാവസ്തുക്കളിൽ എന്തൊക്കെ പഠിച്ചു നമ്മൾ? ഒന്നാമത് പഠിച്ചത് മോണമെന്റ്സ്, മെഗാലിത്തിക് മോണമെന്റ്സ്, ലിത്തിക് മോണമെന്റ്സ്, മഹാശിലാ സ്മാരകങ്ങൾ. രണ്ടാമത്തെ കേവ്. പിന്നെന്താ ഉള്ളേ? അടുത്ത ഏതിനെ കുറിച്ച് പഠിക്കാം നമുക്ക്? നോക്കി പറഞ്ഞ അടുത്ത ഏതിനെ കുറിച്ച് ടെക്സ്റ്റിൽ പറയുന്നതെന്ന് ആര് പറയും? അടുത്ത ഏതിനെ കുറിച്ചാണ്? റൈഹാന. സാർ സ്പോട്ട് ചെയ്ത് റൈഹാന അൺമ്യൂട്ട് ചെയ്യൂ. റൈഹാന, കേവ് കഴിഞ്ഞാൽ പിന്നെ എന്തിനെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? ഇൻസ്ക്രിപ്ഷൻസ്. നോക്കൂ, ഞാൻ രണ്ട് കാര്യങ്ങൾ ഇതേ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ആൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? പിക്ചർ കണ്ടിട്ട് ഒരാൾ വിളിക്കാം. ആമിന മോൾ. മോളെ മോളെ അമ്ന മോൾ. മോളെ മോളെ അമ്ന മോളെ. ഹലോ അമ്ന മോൾ. അമ്ന മോളെ, എന്താണ് ഈ ആദ്യത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്? പാം ലീവ്സ് അല്ലെങ്കിൽ ഓല, താളി ഓലകൾ എന്ന് പറയാം. പണ്ട് ഇപ്പൊ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. പണ്ട് 10-100 വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഉണ്ടോ? അവരുടെ പോസ്റ്റുകളാണിത്. താളിയോലകളിൽ എഴുത്താണി വെച്ച് എഴുതിയിട്ടുള്ള അവരുടെ ഓലയാണിത്. ഇപ്പൊ നമ്മൾ ഓല പഠിക്കുന്നു. 100 വർഷം കഴിയുമ്പോൾ നമ്മളുടെ വരും തലമുറയിൽപ്പെട്ട ആൾക്കാർ എന്ത് പഠിക്കും? ഇൻസ്റ്റഗ്രാമിൽ ആമിനമോളൊക്കെ എഴുതിയ കാര്യം വെച്ചായിരിക്കുള്ളൂ നമ്മുടെ ഈ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോണത്. അമിനമോള് പോയത് കേട്ടപ്പ. ഓക്കെ, താലിയോല. ഓക്കെ, ഇതൊരു ഇൻസ്ക്രിപ്ഷൻ ആണ്, ആൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻ ആണ്. ഒരു പുരാതന കാലത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് എഴുതി ചേർത്തിരിക്കുന്ന ഭാഗമാണ്. ഇതെന്താണെന്നറിയോ? എന്റെ വീട്ടിലുണ്ട്. ആരാണ് പറഞ്ഞത്? ഹരികൃഷ്ണൻ എന്റെ വീട്ടിലുണ്ടെങ്കിൽ അന്ന് എടുത്തുന്നത് വേഗം ഓടിച്ചില്ല. ഹരികൃഷ്ണൻ ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടോ? വേഗം ഉണ്ടാ. ഓടിക്കോ. ഇതെന്താണെന്നറിയോ ആരെങ്കിലും? ആരും അറിയത് എന്താണ്? സാർ അടുത്താളെ വിളിക്കാം. ഏതൻ പറയുന്നത് എന്താ? ലോഹത്തകിട് അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റ്സ്. അതായത് താളിയോല കഴിഞ്ഞിട്ട് പിന്നെന്താ? മെറ്റൽസിൽ എഴുതാൻ തുടങ്ങി. പേപ്പർ കണ്ടുപിടിച്ചില്ല, മെറ്റൽസിൽ എഴുതാൻ തുടങ്ങി. പിന്നെ ചിലപ്പോ ചില അമ്പലങ്ങളുടെയൊക്കെ അവിടെയൊക്കെ ചിലപ്പോൾ കല്ലിലൊക്കെ പണ്ടത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്ന സംഭവങ്ങളെ വിളിക്കുന്ന പേര്, എഴുത്തുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ആൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻസ്, അല്ലെങ്കിൽ എന്ത് പറയാം മലയാളത്തില്? ലിഖിതങ്ങൾ എന്ന് പറയാം. പുരാതന ലിഖിതങ്ങൾ എന്ന് പറയാം. എന്താണ് ഇൻസ്ക്രിപ്ഷൻസ്? നോക്കിക്കോളൂ എല്ലാവരും. ഇൻസ്ക്രിപ്ഷൻസ് ആർ മെസ്സേജസ് ഓർ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് എന്തെങ്കിലും സന്ദേശമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസ്താവന ആയിരിക്കുള്ളൂ. ഓക്കെ, അതെങ്ങനെയാണ്? ഡ്രോയിങ്സ് ഓർ എൻഗ്രാവിംഗ് ഓൺ ദ സർഫസ്. ഏതെങ്കിലും ഒരു സർഫസിൽ, ഏതെങ്കിലും ഒരു പ്രതലത്തിൽ, എന്ത് പ്രതലമായിരിക്കാം? ചിലപ്പോൾ ഓലയായിരിക്കാം, മെറ്റൽ ആയിരിക്കാം. അങ്ങനെയുള്ള പ്രതലങ്ങളിൽ ഒന്നില്ലെങ്കിൽ എൻഗ്രാവ് ചെയ്യുന്ന കൊത്തി വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ എഴുതുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ പുരാതന ലിഖിതങ്ങൾ. സെറ്റാണെങ്കിൽ തമ്പ് കാണിച്ചോളൂ അവരും. യെസ്, എടുത്തിട്ടോ? ആരാ എടുത്തിട്ടോ? അവന്റെ പേരെന്താ? എടുത്താളാ? ഇല്ലേ? അച്ഛൻ്റെ ഓഫീസിലാണ് ഉണ്ട്, ഇപ്പൊ ഇവിടെ ഇല്ല. അച്ഛൻ്റെ ഓഫീസിലാണ്. പോടാ, തള്ളിനൊരു കുറവില്ല. ഇപ്പൊ തന്നെ എന്റെ വീട്ടിലുണ്ട് സാറേ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആരെങ്കിലും വീട്ടിലുണ്ട് ഈ സാധനം? താളിയോല ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. അത് സാറിന്റെ ഒരുത്തം കൊണ്ടുവന്നു. ആരാണ്? ഷെയർ ചെയ്തോനാ? വേഗോട്ടെ. ആരനെ? വിപിൻ ദാസ്. സായി സാറിന് 5 എണ്ണം അതിനുള്ളിൽ പറ്റിയില്ലെങ്കിൽ സാർ നിർത്തിക്കൊണ്ടിരിക്കുന്നു. 1 2 നടക്കുന്നൊന്നുമില്ലട്ടാ. 3 4 5 കഴിഞ്ഞു. സാറിനെ കൊണ്ട് യാതൊരു ഉപയോഗമില്ലെന്ന് പിള്ളേര് പറയണ്ട. എവിടെയത്? വന്നവൻ. ഓക്കെ, കാണിച്ചോ? കണ്ടാ? എടാ, ഇത് മറ്റേ ഓലപ്പുരന്ന് വെട്ടിക്കുട്ടി കൊണ്ടുവന്നാണത്. പഴയ പോലെ
അതാണ് അത് വിശരിയാണോ അത് അവർ നൂലെടുത്ത് കാണിച്ചെന്ന് നീ നേരെ പിടിച്ചേ വല്ല ആധാരം വല്ല പഴയകാല എഴുത്തുകൾ എഴുതി വെച്ചാൽ അത് കെട്ടി വെച്ചെന്ന് പറഞ്ഞ് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുവോ? ശരിയാണെന്നാണ് പറയണത്. അന്ന് അൺമ്യൂട്ട് ചെയ്ത് തരാം സാർ. എൻ്റെ കയ്യിലുണ്ട്, കുറെ പേര് കയ്യിലുണ്ടല്ലോ. ഓക്കെ, എവിടെ കാണിച്ച്? ഒന്നും എഴുതിയിട്ടില്ലേ ഉമ്മ? സാർ എഴുതിയിട്ടുണ്ടാ? എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇതെന്താ സംഭവം അതൊന്ന് പറഞ്ഞാൽ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ട്. എന്തെന്നാ എന്റെ എഴുതിയേക്കണത്? ജാതകം. ആരുടെ ജാതകമാണത്? അമ്മയുടെ. അതായത് ഇവന്റെ അമ്മാമ്മയുടെ ജാതകം എഴുതിയേക്കുന്നതാണ് ആ ഓലയില്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ആൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ്, അതായത് പുരാതന ലിഖിതങ്ങളെ കുറിച്ചാണ്. അപ്പൊ അതിലൊരു ഫോട്ടോ നമ്മളെ ചെക്കൻ നിങ്ങൾക്ക് കാണിച്ചത്. കാരണം ഇതിനകത്തൊരു ഗുണം എന്താ അറിയോ? നിങ്ങളുടെ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ പഠിക്കുമ്പോൾ എല്ലാവരും വീട്ടിലിരുന്നാവുമ്പോൾ ഇപ്പൊ നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നു വിചാരിക്കും, എല്ലാവരും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നു വിചാരിക്കും. അപ്പൊ ഈ സാധനങ്ങൾ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരണം. ഇത് നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? കറക്റ്റായിട്ട് ഷെയർ ചെയ്ത് കാണിച്ചു തന്നാൽ മതി. അപ്പോ ഇവന്റെ പേരെന്താണ്? അപ്പൊ അവന്റെ അമ്മുമ്മയുടെ കാലത്ത് അവിടെ എന്തുണ്ടായിരുന്നില്ല? പേപ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളെ അപ്പന്മാരോ അമ്മുമ്മമാരോ ആവുന്ന സമയത്ത് പുതിയ എന്തെങ്കിലും സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിള്ളേർ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോ ഒക്കെ ചെറിയ പഠിക്കാൻ പോണത് ഓലയ്ക്ക് പകരം. ഓക്കെ കേട്ടോ വിപിൻദാസേ? തമ്പ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പുരാതന ലിഖിതങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വന്നത് ഓക്കെ ഏതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്? കല്ലിലെഴുതും, സ്റ്റോൺസിലെഴുതും, പിന്നെ അതുപോലെ തന്നെ ഓലകളിൽ പാം ലീവ്സ് എന്ന് പറഞ്ഞ ഓലകൾ, മെറ്റൽ പ്ലേറ്റ് ലോഹത്തകിടുകൾ. സെറ്റ് ആണെങ്കിൽ എല്ലാവരും തമ്പ് കാണിച്ച്. യെസ്. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കിട്ടിയിരിക്കുന്ന ഇൻസ്ക്രിപ്ഷന്റെ പേരൊന്നും അണ്ടർലൈൻ ചെയ്യുന്ന എല്ലാവരും. അതിലൊന്നാമത്തത് ഏതാ? തരിസാപ്പിള്ളി. അണ്ടർലൈൻ ചെയ്യുക. കൊല്ലത്ത് നിന്ന്. ജൂയിഷ് കോപ്പർ പ്ലേറ്റ് മട്ടാഞ്ചേരി. പാലിയം കോപ്പർ പ്ലേറ്റ്. അണ്ടർലൈൻ ചെയ്യട്ടെ എല്ലാവരും. അണ്ടർലൈൻ ചെയ്ത തമ്പ് കാണിച്ച്. അപ്പൊ കേവുകൾ ഏതൊക്കെയാണ്? എടക്കൽ കേവ്, തെന്മല, അങ്ങനെ. ഇൻസ്ക്രിപ്ഷൻസ് എവിടെയൊക്കെയാണ്? തരിസാപ്പള്ളി, ജൂയിഷ് കോപ്പർ പ്ലേറ്റ്, പിന്നെ ഏതാ? പാലിയം കോപ്പർ പ്ലേറ്റ്. ഓക്കെ, ജൂതശാസനം, പാലിയം ശാസനം. സെറ്റ് ആണെങ്കിൽ ഡബിൾ തമ്പ് എല്ലാവരും. ഇനി ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇതെന്താ സംഭവം? ഇതെന്താ? പോയിട്ടുണ്ട് സാർ ഇവിടെ? സായി സാറ് പോയിട്ടുണ്ട്. ഫോട്ടോ ഉണ്ടോ സാറേ? ഇല്ല. ഓക്കെ, എന്താണത്? ഒരാൾ വിളിച്ചു സാറേ? മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും. വന്നു. ആരാണ് പറഞ്ഞത്? ഹരിശങ്കർ ആദ്യം അയച്ചത്. ഏഞ്ചലീന KJ ആണ് ആദ്യം അയച്ചത്. അതുതന്നെ ഇവിടുത്തെ രോഹിതാണത്. ആന്റണി അയച്ചത്. ഫോർട്ട് എന്ന് അയച്ചത്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോർട്ടിനെ കുറിച്ചാണ്. ഇതെന്ത് ഫോർട്ടാണ്? ഇതെന്ത് കോട്ടയാണ്? ഈ കോട്ടയുടെ പേര് എന്താ? ഹിഫ ഫാത്തിമ. അൺമ്യൂട്ട് ചെയ്തോ. എന്താ പറയുന്നതിനാ? റെഡ് ഫോർട്ട്, ഹിഫ ഫാത്തിമ. എവിടെ വീട്? കാര്യമാത്ര. ഒരു കാര്യമില്ലെന്നാണ് പറയണത്. നീ ഏത് സ്കൂളാണ് പഠിക്കുന്നത്? സെന്റ് മേരീസ് ഇരിങ്ങാലക്കുട. പള്ളിയുടെ ഒക്കെ അടുത്തുള്ള സ്കൂളല്ലേ? ഞാൻ വന്നിട്ടുണ്ട്. നമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല, എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോഴാണ് ന്യൂട്ടൻസ് എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നത്. പിന്നെ ഞാൻ എങ്ങനെ അവിടെ എന്താ കുട്ടി? ഇവിടെ ആരാണ് ക്ലാസ് എടുത്ത്? ഇവിടെ അൺമ്യൂട്ട് ചെയ്യാൻ ആരാ സാർ എടുത്ത് പറഞ്ഞത്? ആണോ? അബദ്ധം പറ്റിയാണ്. ഓക്കെ, റെഡ് ഫോർട്ട്, ചെങ്കോട്ട. അപ്പൊ എന്തിനാണ് ഈ ഫോർട്ടുകൾ ഉണ്ടാക്കുന്നത്? കോട്ടകൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതായത് മറ്റുള്ള രാജാക്കന്മാര് അറ്റാക്ക് ചെയ്യാതിരിക്കാനും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു സംരക്ഷണ മതില് പോലെ കോട്ടകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ കേരളത്തിലെ കോട്ടകളെ കുറിച്ച് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.
ഫോർട്ട് ദാറ്റ് വേർ ബിൽഡ് ഫോർ സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി, രാജ്യത്തിന്റെ എന്തിനു വേണ്ടിയാണ്? സുരക്ഷ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മിലിറ്ററി പർപ്പസ്, സൈനിക ആവശ്യങ്ങൾ, ട്രേഡ്, കച്ചവടം, വ്യാപാരം, ഇതിനെല്ലാം വേണ്ടിയാണ് എന്തുണ്ടാക്കുന്നത്? കോട്ടകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഫോർട്സ് ഗീവ് us ഇൻഫർമേഷൻ ഓൺ ദ ഡിഫറെന്റ് ഫേസസ് ഓഫ് കേരള ഇറ്റ്സ് റൂളേഴ്സ്. പ്രധാനപ്പെട്ട കേരളത്തിലെ കോട്ടകളുടെ പേര് അണ്ടർലൈൻ ചെയ്യുക. ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട്, അഞ്ചുതെങ്ങ് ഫോർട്ട്. ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട്, അഞ്ചുതെങ്ങ് കോട്ട അണ്ടർലൈൻ ചെയ്യാനാവും. വേറെ എന്തോ ഒരു ഫോർട്ടിന്റെ പേര് അവൻ അയച്ചിട്ടുണ്ട് സാറേ, ഞാൻ മറന്നുപോയി. ചാറ്റിൽ നോക്കി. എവിടെ? ഇപ്പുറത്ത്. പാലക്കാട് ഫോർട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, പാലക്കാട് ഫോർട്ട് കണ്ടിട്ടില്ല. ഞാൻ പോയിട്ടില്ലല്ലോ, പോവാണ്ട് അങ്ങനെ കാണാൻ പറ്റും. ഓക്കെ. പിന്നെ മേജർ പാലസുകളും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? പത്മനാഭപുരം, 4 പഠിച്ചായി. പത്മനാഭപുരം പാലസ്, മട്ടാഞ്ചേരി. പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ പാലസ്, അറക്കൽ പാലസ്, കൃഷ്ണപുരം പാലസ്, പാലിയം പാലസ്, കോയിക്കൽ പാലസ്, കനകക്കുന്ന് പാലസ്. പാലിയം പാലസിൽ ഞാൻ പോയിട്ടുണ്ട് അല്ലേ സാറേ? ഇവിടെ അടുത്താണ് പാലിയം പാലസ്. ഓരോ ദിവസം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോകും. പാലിയം പാലസ്. ഹിൽ പാലസ് ഇതിലില്ല. ഓക്കെ. 4 മാർക്ക് ചെയ്ത് ഇഷ്ടമുള്ളത്. ഞാൻ ബേക്കൽ ഫോർട്ടിൽ പോയിട്ടുണ്ട്. ആരെങ്കിലും ചോദിച്ചത് എന്നോടത്? ഞാൻ ചോദിച്ചത് പറയാനായിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ആവാം. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ബ്രേക്കിൽ പോയിക്കോളൂ.